ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? ഓക്കെ, നമ്മൾ ഇപ്പോൾ ഹൈദരാബാദിലാണുള്ളത്. ഇപ്പം നമ്മൾ പോകുന്നത് ചാർമിനാറിലാണ്. ഇതൊരു 3 സെക്ഷൻ വ്ളോഗാണ് കേട്ടോ. ചാർമിനാർ, ഗോൽക്കൊണ്ട ഫോർട്ട് ആൻഡ് കുത്തബ് ഷാഹി. ഹൈദരാബാദിൽ വന്നിട്ടുള്ളവർ എന്തായാലും ഇവിടെ മൂന്നിടത്തും പോയി കാണും അല്ലേ? പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് കാണുമായിരിക്കും അല്ലേ? ഹിസ്റ്ററിയിൽ കേട്ട് കാണും, നല്ല പഠിച്ച് കാണുമല്ലേ? ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മെട്രോയിലോട്ടാണ്. ഞാൻ എന്താ ഈ ഫോണും വെച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നതല്ലേ? ബിക്കോസ് എനിക്ക് പനി ആയതുകൊണ്ട് എങ്ങനെ ഫേസ് വെച്ചിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഫുള്ള് ഡള്ളായിട്ടിരിക്കുക. സംസാരിക്കാനെങ്കിൽ സൗണ്ടും പറ്റണില്ല. ത്രോട്ട് പെയിനായിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പം ഞാനതെങ്ങനെ വെച്ചിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല. പക്ഷേ എനിക്ക് വ്ളോഗ് എടുക്കുകയും വേണം. അപ്പം ഞാൻ ആ ഒരു സ്റ്റേജിൽ നിൽക്കുക. അതാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഗൗളി ടെട്ടിയിലാണ്. അവിടുന്ന് കുറച്ചധികം ദൂരം പോകണം ചാർമിനാറിലോട്ട്. ഊബറിൽ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ചാർമിനാറിലോട്ട് പോകുന്നത്. ഇത് റായ്ദുർഗ് മെട്രോ സ്റ്റേഷനാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ 120 റുപ്പീസാണ് ഇവിടെ ആയത്. റായ്ദുർഗിൽ നിന്ന് നമ്മൾ അമീർപേട്ടിൽ ഇറങ്ങണം. അവിടുന്ന് ചാർമിനാറിലോട്ട് വേറെ മെട്രോയിൽ കയറണം. അങ്ങനെയാണ് കേട്ടോ. ആദ്യമായിട്ട് ഹൈദരാബാദിൽ മെട്രോയിൽ കയറുന്നവരാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പല മെട്രോയും അമീർപേട്ട് വഴിയായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ റെഡ് മാർക്കാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ നിന്നൊരു റെഡ് കോയിനും തരുമായിരുന്നു, ബ്ലൂ കോയിനും തരുമായിരുന്നു. ബ്ലൂ ലൈൻ ആണെങ്കിൽ നമുക്ക് നേരെ പോവാം. അപ്പോൾ നമുക്ക് എവിടെ ഇറങ്ങേണ്ട ആവശ്യം വരത്തില്ല. ബട്ട് റെഡ് ലൈൻ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷൻ വേറെ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലത്ത് നിന്ന് അവിടുന്ന് ചേഞ്ചായി പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ മാപ്പിൽ കണ്ടോ ഒരു റെഡ് ലൈന്, അതാണ് അമീർപേട്ട്. അമീർപേട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ വേറെ മെട്രോയിലാണ് കയറേണ്ടത്. ഇവിടെ മെട്രോയിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എപ്പോഴും. ഇന്നെന്തോ തിരക്കില്ലായിരുന്നു. അപ്പം ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ മെട്രോയാണ്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? പെട്ടെന്ന് ബസ്സിൽ കയറി പോവും, അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് പോവും അല്ലേ? ഇവിടെ ആണെങ്കിൽ എല്ലാവരും പോകുന്നത് മെട്രോയിലായിരിക്കും, അല്ലെങ്കിൽ ഊബർ അല്ലെങ്കിൽ റാപ്പിഡോ വിളിച്ചിട്ടായിരിക്കും എല്ലായിടത്തും പോകാറുള്ളത്. അധികം ബസ്സിൽ പോകുന്ന ആൾക്കാർ കുറവാണ്. നമ്മൾ വന്നിരിക്കുന്നു എവിടെയാ? ചാർമിനാർ വന്നിട്ടുണ്ട്. നമ്മൾ ഹൈദരാബാദിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. കാരണം നവിക്ക് വർക്കിന്റെ കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ട്സുമായിട്ട് ബിസി ആയിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെ ഇപ്പൊ MG ബസ് സ്റ്റേഷനിലെത്തി. അതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് ഊബറോ റാപ്പിഡോ ബുക്ക് ചെയ്ത് നമ്മൾ ചാർമിനാർ. റാപ്പിഡോ പോകുന്നത് നല്ലത്. ഇവിടുത്തെ റേറ്റ് നോക്കുമ്പോൾ റാപ്പിഡോ കുറച്ച് കുറവാ. റാപ്പിഡോന്ന് ഓട്ടോയിൽ പോകുന്നത് നല്ല ഇത്. ഓക്കെ, അപ്പൊ ഓട്ടോ പിടിക്കാം. പണിപാളി ഗൈസ്, ഒടുക്കത്തെ മഴയാണ്. അയ്യോ, നമ്മൾ വന്ന് ഇറങ്ങിയപ്പോഴേ മഴ പെയ്തു. 2 ദിവസം കൊണ്ട് ഹൈദരാബാദിൽ മഴയില്ലായിരുന്നു. നാട്ടിലൊക്കെ ഭയങ്കര മഴയാ, പക്ഷെ ഹൈദരാബാദിൽ ഇപ്പം 2 ദിവസം കൊണ്ട് മഴയില്ലായിരുന്നു. നോക്കാം, ഇപ്പം നിങ്ങൾ വന്ന് ഇറങ്ങിയപ്പോഴേ മഴ പെയ്തു. എന്ത് ചെയ്യും? ചായ കുടിക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് ചായ കുടിച്ചിട്ട് വന്നാലോ ഗൈസ്? ഞാൻ പനിയായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഒരുമാതിരി ഇരിക്കുന്നില്ലേ? ഞാൻ പനിയായിട്ട് പനി പിടിച്ചു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാം. ഇവിടെ അവരുണ്ടാക്കി ഭയങ്കര മധുരം ഇവിടുത്തെ ചായക്ക്. അതാണ് എനിക്ക് പ്രശ്നം. ഭയങ്കര ഷുഗർ ആഡ് ചെയ്തേക്കുന്ന ചായയാണ്. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു ചായ കുടിച്ചു, പക്ഷെ അതല്ല. ആ വേണ്ട, ചായ കുടിക്കുന്നു ഗൈസ്. ഓക്കെ, മസാല ടീ കിട്ടി ഗൈസ്. മസാല ടീ എനിക്ക് ഇഷ്ടമില്ല. ഇതെങ്ങനെയും എടുത്ത് കളയണം. നവ്യനെ കൊല്ലും. എനിക്ക് ഇഷ്ടമില്ല ഈ മസാല ടീ. എനിക്ക് ചായക്കകത്ത് ഷുഗർ ഇല്ലാത്ത ടീ എനിക്ക് ഇഷ്ടം. പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കളയുന്നത് ശരിയല്ലോ. ചായ ഇതാണ് ചാർമിനാർ വന്നേക്കുവാണ്. ചാർമിനാർ ഞങ്ങൾ ഹൈദരാബാദൊക്കെ വന്ന സമയത്ത് ചാർമിനാർ വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ വന്ന ഒരു സമയത്ത് നമ്മൾ എല്ലായിടത്തും പോകത്തില്ല, അതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ എങ്ങോട്ടും വന്നിട്ടില്ല. ചാർമിനാർ പോയിട്ട് കണ്ടിട്ട് വരാം. ചാർമിനാർ വന്നിട്ട് മഴ മാറി ഗൈസ്. ഇവിടെയും ഗോവയിലൊക്കെ മഴ ഒരു 5 മിനിറ്റ് നിൽക്കും, പെയ്യും, അപ്പൊ തന്നെ ഓഫ് ആവും. പിന്നെയും പെയ്യും, അപ്പൊ തന്നെ പിന്നെയും ഓഫ് ആവും. നമ്മുടെ നാട്ടിലൊക്കെ നിർത്താതെ മഴ പെയ്യും.
അതാണ്. ജിഞ്ചർ ചായ. നമുക്ക് ഇഷ്ടപ്പെട്ട ചായ എനിക്കിഷ്ട ജിഞ്ചർ ടീ. എനിക്കിഷ്ട അദ്രക് ചായ. സൂപ്പർ ജിഞ്ചർ ടീ. പൾപ്പി ഓറഞ്ച് വാങ്ങിച്ചു. എനിക്ക് പൾപ്പിയാണ് ഇഷ്ടം ഗൈസ്. പൾപ്പി ഓറഞ്ച് നമ്മൾ വാങ്ങിച്ചു. ഇവിടുത്തെ ബസ്സിൽ ഞാൻ കയറിയിട്ടില്ല. ഇവിടുത്തെ ബസ് കയറിയ ഭയങ്കര പണിയാണ്. ഭയങ്കര കളഞ്ഞില്ല. മഴയുണ്ട്. അവിടെ മൊത്തം വെള്ളമായിരിക്കും. പക്ഷെ അവിടെ കുറെ ബാർഗെയിൻ ചെയ്ത സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതാണ് ചാർമിനാർ പോയാല്. ഓക്കെ, എന്നാ ശരിക്കും റാപ്പിഡോ പിടിക്കാം. നമ്മൾ പോയി വരെ കളഞ്ഞിട്ട്. അവിടെ ചാർമിനാർ പോയ കുറെ സാധനങ്ങൾ ബാർഗെയിൻ ചെയ്താൽ കിട്ടും. മൈക്ക് ഓണല്ലേ? ആണ്. ബാർഗെയിൻ ചെയ്താൽ കിട്ടും. ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാവുന്ന രീതിയിലാണ് പോകുന്നത്. പിന്നെ വസുവിനും പെണ്ണിനും കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതും കൂടെ വാങ്ങണം. പൾപ്പി ഓറഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഇത് നമ്മൾ മെട്രോയിൽ നിന്ന് പുറത്തിറങ്ങിയ എക്സിറ്റ് റോഡാണ് കേട്ടോ. ഇവിടെ നിറയെ പോലീസാണ്. ഇവിടെ നമ്മൾ റാപ്പിഡ് പിടിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാർ വേണ്ട, നമുക്ക് ഓട്ടോ മതി. ഓട്ടോ ആണ് എനിക്കിഷ്ടം. കാറിൽ കയറി എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് ഓട്ടോ ആണ് എനിക്ക് കുറച്ച് ഇഷ്ടം. ഇതെന്ത് ഇതിനെ തത്തയാണോ പ്രാവാണോ? ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഓട്ടോയിലാണ് കേട്ടോ. അപ്പോൾ ഓട്ടോയാണ് കൂടുതൽ അഫോർഡബിൾ. കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം. അധികം റേറ്റും കാണത്തില്ല. ഇവിടുത്തെ ഓട്ടോക്കാരന്മാരെല്ലാം പ്രോ ഡ്രൈവേഴ്സാണ് കേട്ടോ. ഏതിലേക്കൂടെ നുഴഞ്ഞു കയറാൻ പറ്റുന്ന അതിലേക്കൂടെ ഒക്കെ പോകും. ചിലപ്പോൾ ഒരു ഓട്ടോയുടെ അടിയിൽ ടയർ കൊണ്ട് വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർ പറയും ഫ്രണ്ടിലത്തെ ഓട്ടോ മേടിച്ച് മാറ്റ്. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അധികം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് അധികം റൂൾസ് ഒക്കെ കുറവാണെന്ന് തോന്നുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഞാൻ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഹെൽമെറ്റ് ഇല്ല, ഹെൽമെറ്റ് വേണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യാം. ചിലപ്പോൾ മാസ്ക് ഇട്ടുകൊണ്ട് പോകുന്നതാണ് നമ്പർ പ്ലേറ്റിൽ. അങ്ങനെയൊക്കെ ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചാർമിനാറിൻ്റെ ഫ്രണ്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ടാണ് ഇതൊക്കെ മൂടിയിട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം എടുത്ത് ഫ്രണ്ടിലൊക്കെ വെച്ച് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അതാണ് ചാർമിനാർ. നമ്മൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ചാർമിനാർ കേട്ടോ. അതുപോലെയാണ് ഇതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ജോഗ്രഫിക്കൽ സൈഡൊക്കെ അതുപോലെയാണ്. നമ്മളങ്ങനെ ചാർമിനാർ വന്നിരിക്കുന്നു ഗൈസ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഭയങ്കര മഴ. നവീനോട് പോസ്റ്റ് അടിച്ച് നിൽക്കുവാണ്. കണ്ടോ? നവീൻ കാണാൻ പറ്റുന്നുണ്ടോ? ആ നവീൻ ജി, ആനന്ദ് ജി, കല്യാൺ ജി, നമസ്കാരം ജി. ചിരിക്കുന്നുണ്ട്. നല്ല രസമല്ലേ ഗൈസ്? ശക്തി ചിരിക്കുന്നില്ല. പക്ഷെ നവിക്ക് ദേഷ്യപ്പെടാൻ അറിയാം. പക്ഷെ നവിക്ക് ചിരിക്കാൻ അറിയത്തില്ല കേട്ടോ. മഴ മാറിയിരിക്കുന്നു. മഴ മാറിയില്ല, ഇത്തിരി കൂടെ ഉണ്ട്. നമുക്ക് എങ്ങനെയല്ല അതിനകത്ത് കേറി പോണം ഗൈസ്. കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ ഒരു മഴയാണോ? ഇതൊരു മഴയല്ല. പക്ഷേ മഴ പെയ്ത എനിക്ക് പ്രശ്നമില്ല. പക്ഷെ മഴ പെയ്ത നവിക്ക് പനി പിടിക്കും. എനിക്കിതൊന്നും വലിയ കേസ് കേട്ട കാര്യമല്ല. പിന്നെ എന്റെ ഈ മുടി മറ്റേ കോഴിയിൽ വെള്ളം വെച്ച് പോന്നു. കോഴി എന്താ നനഞ്ഞ കോഴി പോലെ ആവും. തന്നെ ഞാൻ മുട്ടച്ചീട് കണക്ക് നടക്കേണ്ടി വരും ഗൈസ്. സൗണ്ട് കേൾക്കാവോ എന്തോ. നമ്മൾ ഫൈനലി വിചാരിച്ചു കുട വാങ്ങിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ കുട ഇല്ലാണ്ട് എന്തായാലും പോകാൻ പറ്റത്തില്ല. കാരണം നല്ല മഴയുണ്ട്. കുട ഇല്ലാണ്ട് പോകാൻ പറ്റത്തില്ല. സോ കുട ഉണ്ടെങ്കിൽ വാങ്ങാന്ന് വിചാരിച്ചു. ആൾക്കാർ വളഞ്ഞിട്ട് പിടിക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും വരും. മേഡം അത് വാങ്ങിക്കും, മേഡം ഇത് വാങ്ങിക്കുന്നു പറഞ്ഞു. നമുക്കൊരു കുട വേണമായിരുന്നു. പക്ഷെ ഇവിടെ എനിക്കൊന്ന് തുണികൾ മാത്രമേ ഉള്ളെന്ന്. ഗൈസ് ഇവിടെ നോക്ക്, ഇവിടെ തുണികൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഓണാ. എനിക്കൊരു സാധനം വേണമായിരുന്നു. ഒരു മിനിറ്റ്. നമ്മളൊരു ഷോപ്പിംഗ് മോളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ മൊത്തം
ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ കുടയില്ല, ഇവിടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ കുട ഉള്ളടത്ത് പോയി തപ്പാം. ഇല്ലെങ്കിൽ ഭയങ്കര ഇപ്പൊ തന്നെ ഇരുട്ടായി. ഇപ്പൊ ചാർമിനാർ ലൈറ്റ് കാണും. സോ നമുക്ക് അവിടെ പോയിട്ട് കാണാം ഗൈസ്. കണ്ടോ, നമ്മള് വൈകിട്ട് ഇറങ്ങിയതാ, ഇപ്പൊ തന്നെ ഇരുട്ടായി. ഫൈനലി നമുക്ക് കുട കിട്ടി. എല്ലാരും ഈ സൈസ് കുടയും പിടിച്ചോണ്ടിരുന്നപ്പം ഞങ്ങൾ നോക്കിയപ്പോ ഒരു കുടച്ചേട്ടൻ ഇവിടെ കുട വിട്ടുകൊണ്ടിരിക്കും. നമ്മളങ്ങനെ കുടച്ചേട്ടൻ എന്നല്ലേ പറയണേ, എന്തോ ഒരു വാല അവിടെ കുട വിട്ടുകൊണ്ടിരിക്കുന്നു. ആ വാലയുടെ വാങ്ങിച്ചിട്ടുണ്ട് 200 rupees. 200. അപ്പം നവി അതെ, ഒരു ചേച്ചി തുറന്നപ്പോ ഇത് ഉൾട്ടാ പോന്ന കണ്ടു. നമ്മള് ചാർമിനാറിന്റെ ഫ്രണ്ടിൽ എത്തി. നമുക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, കാരണം ഭയങ്കര മഴയല്ലായിരുന്നോ. നമുക്ക് ഇവിടെ ഓട്ടോവാലകളെ കൊണ്ട് തട്ടി നടക്കാൻ പറ്റില്ല. അതാ, എല്ലാവരുടെ കയ്യിലും ഈ കുടയാണ്. അങ്ങനെയാണ് ഞങ്ങള് ഈ കുട ഫൈൻഡ് ചെയ്തത്. ഈ കുട നമുക്ക് കിട്ടിയത് അങ്ങനെയാണ്. ഇവിടുന്ന് വണ്ടിക്കാരന്മാർക്ക് ഒരു നോട്ടം ഇല്ല, അവര് ഇടിച്ചിട്ടങ്ങ് പോകും. കാരണം ഇവിടെയുള്ള ആൾക്കാർ അതേ പറ്റത്തില്ല. ഇതില് പോവാ, ഇറങ്ങണ്ടേ, എപ്പുറത്തോട്ട് കാണും. ഓ, അടുത്ത 16 മണി കിട്ടി ഗൈസ്. നല്ല വെള്ളം. ചാർമിനാർ അതാണ്. ഞാൻ ഏത് വഴി കൂടെ നവിനെ വിളിച്ചോണ്ടിരുന്നാലും അത് പണിയായിരിക്കും. നവി മര്യാദക്ക് പറഞ്ഞ അത് വഴി വാ, അത് വഴി വാന്ന്. ഞാൻ പറഞ്ഞു ഇത് വഴി വാ, ഇത് വഴി വാന്ന്. ഓ, ഇവിടെ ഒരു പാലം തന്നെ ഉണ്ട്. നോക്കൂ, നല്ല അളിഞ്ഞ വെള്ളം. സ്ലോലി പെതുക്കെ പോട്ടാ. ഓ നവി രക്ഷപ്പെട്ടു. ഞാൻ പെട്ടു ഗൈസ്, പെട്ടു. എന്റെ ചേട്ടനെ രക്ഷിച്ചു ഗൈസ്. ഓൾറെഡി അമ്പറിൽ ഉണ്ട്. ഓ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കണ്ടോ. അതാണ് ചാർമിനാറിന്റെ ഫ്രണ്ട്. ചാർമിനാർ എത്തി ഗൈസ്. നമ്മൾ ചാർമിനാർ കണ്ടിട്ടില്ലാത്തൊരു കണ്ടു. ഇതൊരു പള്ളി മാത്രം. ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ നവി പറയും. എനിക്ക് ഇതിന്റെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല. വാവ്, ഞാൻ പനി പിടിച്ച ഒരു വഴിയായി. ഇതാണ് ചാർമിനാർ. ലൈറ്റ് ഒക്കെ ഉണ്ട് അവിടെ, ഞാൻ തോന്നുന്നു ലൈറ്റ്. ഇത് ഞാൻ 2 വർഷം മുമ്പേ ഇവിടെ വന്ന ചാർമിനാർ. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പം ഫസ്റ്റ് വന്നത് ചാർമിനാറാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ മാങ്ങയൊക്കെ ഇരിക്കുന്നു പറഞ്ഞില്ല, അതാണ് മാങ്ങയൊക്കെ ഇരിക്കുന്നത്. കാണാൻ പറ്റത്തില്ലല്ലേ, ഇവിടെ കാണിച്ചു തരാം. നാരങ്ങ. ഇവിടെ ബാർഗെയിൻ ചെയ്തത് പിള്ളേരുടെ തുണിയൊക്കെ ഉണ്ട്. വാങ്ങിക്കണോ നവി? പക്ഷെ ഇവിടെ എനിക്ക് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ബാർഗെയിൻ ചെയ്ത സംഭവം കിട്ടും. റേറ്റ് കുറവ് ഇവിടെ എല്ലാത്തിനും. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പിള്ളേർക്ക് വസുവിനും വൈഷുവിനും എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങള് നെക്സ്റ്റ് വീക്ക് ഇവിടുന്ന് പോവുമല്ലോ, പിന്നെ ഇങ്ങോട്ട് വരാൻ പാടായിരിക്കും. അതാണ് ഇവിടെ എല്ലാ സംഭവം ഉണ്ട്. വള, മാല, എല്ലാ സംഭവവും ഉണ്ട്. പക്ഷെ മഴയായോണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാവരും പുറത്തെടുത്ത് വെച്ച് നല്ല രസമായിരുന്നു കാണാൻ, പെട്ടെന്ന് വാങ്ങാൻ പറ്റും. മഴയാണ്ടവർ എല്ലാം എടുത്ത് അകത്ത് വെച്ച്. എല്ലാവർക്കും ഒരേ അമ്പർല. ഞാനാണെങ്കിൽ നനഞ്ഞു പോകുന്നു. അവൻ എന്നെ മൈഡിയർ എന്നൊക്കെ വിളിച്ചു. മൈഡിയർ
മൈഡിയർ എന്ന് പറഞ്ഞ മൈഡിയർ. മൈ ഡിയർ മോണിക്കാണോ? മോണിക്ക. ആ ഇവിടെ ചപ്പലുണ്ട് ഗൈസ്, കണ്ടോ? നല്ലൊരു ചെരുവ്. ഇതൊക്കെ 200 രൂപ കാണത്തുള്ളൂ ഇവിടെ. പക്ഷെ ഞങ്ങളുടെ ഓൾറെഡി നല്ല ലഗേജ് ഉണ്ടായതുകൊണ്ട് ഇതൊന്നും വാങ്ങാൻ പറ്റത്തില്ല. ചാർമിനാർ എടുത്തു വന്നപ്പോ കണ്ടോ കുറച്ച് വലുത്. ഇതാണ് ചാർമിനാർ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ചാർമിനാർ. ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ലൈറ്റ് ഒന്നും ഇല്ലേ? കുറച്ചും കൂടി ആയിരിക്കും. ഇപ്പൊ സൺലൈറ്റ് ഉണ്ടല്ലോ. ഇതാണ് ചാർമിനാർ. മേലെ കയറാൻ പറ്റുമോ? മുകളിലൊന്നും കയറാൻ പറ്റത്തില്ല. ഇത് കയറാൻ പറ്റും. മുകളിൽ കയറത്തില്ല. പോവാന്നേ. ആണോ? ഇത് എനിക്കറിയില്ല. എൻട്രി ടിക്കറ്റ് ഒക്കെ എടുക്കാം. ആണോ? നമുക്ക് ചുമ്മാ ഇത് ഞാൻ അന്ന് വന്നപ്പോൾ എടുക്കാം. മുകളിൽ കയറാൻ പറ്റില്ലേ? ഓ മാർക്കറ്റ്. നവീത് എത്രാമത്തെ തൊട്ട് എവിടെ വരുന്നേ? ഞാൻ രണ്ടാമത്തെ. ഞാൻ അരുണും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഹൈദരാബാദ് വരുന്നതിന്റെ ഇതിലേ എല്ലായിടത്തും അങ്ങ് പോകും. പിന്നെ നമ്മൾ ആരും എങ്ങോട്ടും പോകത്തില്ല, കാരണം നമ്മൾ പിന്നെ ബിസി ആയിരിക്കുമല്ലോ. ആ ഒരു ഇൻഡക്ഷൻ പീരീഡ് ഒക്കെ നമ്മള്, ആ ഒരു ഹണിമൂൺ പീരീഡിലൊക്കെ നമ്മൾ എല്ലായിടത്തും അങ്ങ് പോകും. പക്ഷെ പിന്നെ കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വിചാരിച്ചത് ഇവരെല്ലാരും അങ്ങ് വിളിക്കും. വണ്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ പള്ളിയിൽ നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെയാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കയറി പോകുന്നത്. അവിടെ നിന്ന് പണ്ട് ഒരു ദിവസം ടാറ്റു അടിച്ചായിരുന്നു. ടാറ്റു അല്ല, മറ്റേ മൈലാഞ്ചി ഇട്ട് ടാറ്റു അടിക്കത്തില്ലേ, ആ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്നയും ഞാനും. ഇവിടെ ഒരു ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ ബിരിയാണി. ഞാൻ നിങ്ങളെ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് സാധനങ്ങൾ വാങ്ങാം കേട്ടോ. മഴ ആയതുകൊണ്ടാണ് ഇതൊക്കെ മൂടി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ഫുൾ ഓപ്പണായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അവർ പറയുന്ന ആ പ്രൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഓൾഡ് സിറ്റിയിലാണ് കേട്ടോ. AD 1591 സുൽത്താൻ മുഹമ്മദ് കൂലി കുത്തബ് ഷാഹി എന്ന് പറയുന്ന ഒരു റൂളറാണ് ഈ ഒരു ചാർമിനാർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പിറകിലൊരു സ്റ്റോറിയുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഹൈദരാബാദിൽ പ്ലേഗ് എന്ന് പറയുന്ന ഒരു ഡിസീസ് പടർന്നു പിടിച്ചു. അപ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്ലേഗ് മാറിയെന്നാണ് പറയപ്പെടുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന രീതിയിൽ സിറ്റിയുടെ സെൻട്രലിൽ അദ്ദേഹം ഒരു ഗോപുരം പോലെ പണിതു. അതാണ് ഈ ചാർമിനാർ. എല്ലാവർക്കും പ്രെയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചാർമിനാറിൻ്റെ ഇൻസൈഡ് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മോസ്കും കൂടെ പണിതിരുന്നു. അതിപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇത് കുത്തബ് ഷാഹിയുടെ കൾച്ചർ പ്രകാരം ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് സ്ക്വയർ ഷേപ്പ് സ്ട്രക്ചറാണ് ഉള്ളത്. പിന്നെ ഈ ചാർമിനാർ എന്ന പേര് വന്നത്, ചാർ എന്ന് വെച്ചാൽ ഫോറും ആൻഡ് മിനാർ എന്ന് വെച്ചാൽ ടവേഴ്സിൻ്റെ ആ ഒരു രീതിയിലാണ് ആ ഒരു പേരിട്ടേക്കുന്നത്. ഇതേ നോക്കി ഇവിടെ കുറേ ക്ലിപ്സ് ഇല്ലേ, ഈ ഫ്ലവർ ക്ലിപ്പും അതുപോലെ തന്നെ ക്രാപ്പ് ക്ലിപ്പും അങ്ങനെ ഹെയറിൽ ടൈ ചെയ്യാൻ പറ്റുന്ന പലതരം ഐറ്റംസും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെല്ലാം 20 റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ നിറയെ ബാംഗിൾസ് കണ്ടത്. അതും ആസ് യൂഷ്വൽ ഞാൻ വാങ്ങിയില്ല, ബിക്കോസ് ഞാൻ ഇതൊന്നും ഇടാറില്ല. പിന്നെ നമ്മൾ നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത് കേട്ടോ. ഈ വാച്ചിനെല്ലാം വെറും 100 റുപ്പീസേ ഉള്ളൂ. ഇതിനകത്ത് ക്വാളിറ്റി ഒന്നും ഇല്ല. ക്വാളിറ്റി പ്രതീക്ഷിച്ച് നമ്മളിത് വാങ്ങിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത് പോകുന്നതായിരിക്കും. കുഞ്ഞു പിള്ളേരുടെ തൊട്ട് വലിയവരുടെ വരെ വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും 100 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഡ്രസ്സിലൂടെ വേണമെങ്കിൽ മാറി മാറി വെയർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, മൾബറി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വേണ്ട ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഈ ചാർമിനാർ ഉണ്ട് കേട്ടോ. ചീപ്പ് റേറ്റിന് കിട്ടുകയും ചെയ്യും, നമുക്ക് അഫോർഡബിൾ ആയിരിക്കും. നമ്മൾ പിന്നെ ഈ പപ്പീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പപ്പിയാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതാണെങ്കിൽ തൊട്ട് ഇങ്ങനെ ആടുന്ന പപ്പിയായിരുന്നു. 100 റുപ്പീസായിരുന്നു. നമ്മൾ ഒരെണ്ണം വാങ്ങി കേട്ടോ. ഇവിടെ നൈറ്റ് ആകുമ്പോൾ ഫുള്ള് ലൈറ്റ്സ് ഇടുമായിരുന്നു. ബട്ട് ഇന്ന് എന്താ ഇടാഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും അവർ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യും ഈ ചാർമിനാർ. ഈ ചാർമിനാറിനെ സംബന്ധിച്ച് ഒരു സീക്രട്ട് മിസ്റ്ററിയും കൂടെ ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി 8 കിലോമീറ്റർ ചാർമിനാർ ടു ഗോൽക്കൊണ്ട ഫോർട്ട് ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് ടണൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിലോ അല്ലെങ്കിൽ റോയൽ ഫാമിലിയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിലോ അവർക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു റൂട്ടായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇതൊരു സ്റ്റോറി മാത്രമാണ് കേട്ടോ. നമുക്കിത് എത്രമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല. കുറേ കഴിഞ്ഞപ്പം ആ ഒരു ടണൽ മൂടിപ്പോയെന്നോ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ബട്ട് ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്.
അതാണ് നമ്മുടെ ചാർമിനാറിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയൊക്കെ. ഞാൻ ഹിസ്റ്ററി ക്ലാസ്സൊന്നും എടുക്കുമല്ല കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ചാർമിനാറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വ്ലോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. പണ്ട് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചാണ്, പക്ഷേ എനിക്ക് ഹിസ്റ്ററി ഒന്നും അധികം ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സ്കൂളിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുവാണെങ്കിൽ അവർക്ക് ഒന്നും കൂടെ മനസ്സിലാവും. നമ്മൾ ചുമ്മാ ടെക്സ്റ്റ് ബുക്ക് ബൈ ഹാർട്ട് ചെയ്ത് എക്സാം എഴുതുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നിപ്പോയി ഇത് കഴിഞ്ഞപ്പോൾ. ഹായ് ഗൈസ്, നമ്മൾ ഇപ്പോൾ പോകുന്നത് നവിക്ക് ബിരിയാണി കഴിക്കാൻ പോവാണ്. എവിടെ പോകുന്നവി? ഷാദാബ് ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ണാപ്പി റൈഡർ ചേട്ടൻ. ഈ ഓട്ടോയിൽ കൂടെ നുഴഞ്ഞ് കയറിക്കൊണ്ട് പോവാണ്. ചേട്ടൻ നമ്മളെ എവിടം വരെ കൊണ്ടാക്കാന്നാ പറഞ്ഞേ. നമ്മൾ പിന്നെ പോയത് ഷാദാബ് ബിരിയാണി കഴിക്കാനായിരുന്നു കേട്ടോ. ഇപ്പം ചാർമിനാർ വന്ന എല്ലാവരും അവിടുന്ന് ബിരിയാണി കഴിച്ചാണോ അല്ലേ. ചാർമിനാർ അടുത്തുനിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ റെസ്റ്റോറൻറ്റിലോട്ട്. ഫുഡ് ലവേഴ്സിനും ബിരിയാണി ലവേഴ്സിനൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ടോളിവുഡ് സെലിബ്രിറ്റീസും ഫുഡ് വ്ളോഗേഴ്സൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഹോട്ടലാണ് ഈ ഷാദാബ് റെസ്റ്റോറൻറ്റ് കേട്ടോ. നമുക്ക് നോക്കാം, അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെയാണ് അവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യ UAE-ലൊക്കെ ഉണ്ടല്ലോ. മിസ്റ്റർ ഖാജ പാഷ പുള്ളിയാണ് എൻ്റെ ആള്. ഓക്കെ, ടോളിവുഡ് സെലിബ്രിറ്റീസും അതുപോലെ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ കൂടുതൽ വരുന്ന സ്ഥലമാണ് ഈ ഒരു ഷാദാബ് ഹോട്ടൽ. ഇത് ലേറ്റ് ആയിട്ടേ ക്ലോസ് ചെയ്യുള്ളൂ കേട്ടോ ഈ ഒരു ഹോട്ടൽ. നമുക്ക് ഏതെങ്കിലും റംസാൻ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഫെസ്റ്റിവലുള്ള ടൈമിൽ അവർ മോർണിംഗ് ഒരു 3 o'clock വരെ ഈ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നോക്കിയിട്ട് പറ, ഞാൻ നോക്കട്ടെ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ബിരിയാണിയിൽ അവർ എക്സ്ട്രാ ഡബിൾ മസാല ആയിരിക്കും ആഡ് ചെയ്യാറുള്ളത്. നമ്മളിപ്പം പറയുവാണെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അവർ നോർമൽ സ്പൈസിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. ഓൺലൈൻ പേയ്മെന്റ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. അവരവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ഇല്ല എന്നുള്ളത്. GPay ഇല്ല എന്ന് തോന്നുന്നു. അവിടെ നമ്മൾ കാർഡ് കൊടുക്കുമെന്ന് ഇവർ അക്സെപ്റ്റ് ചെയ്യും. ഓൺലൈൻ പേയ്മെൻറ്റ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അവിടുത്തെ കസ്റ്റമർ സർവീസ് അതേപോലെ അടിപൊളിയാണ്. അവർ നമ്മൾ പോകുന്നത് വരെ നമ്മൾ അതുപോലെ അവർ ട്രീറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് പേ ചെയ്യണം കേട്ടോ. കസ്റ്റമർ സർവീസിന് പ്രത്യേകം ചാർജബിൾ ആണെന്ന് തോന്നുന്നു. ബോൺലെസ് മട്ടൺ, ഇവിടെ മട്ടൻ ബിരിയാണിയിൽ മുട്ടയുണ്ട്. കൊള്ളാലോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നൈറ്റ് 10 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെട്രോ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓട്ടോയിൽ തന്നെ പോകാമെന്ന്. ആ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ റൂം വരെ ആക്കി തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ലാഡ് ബസാറിൽ ഇറക്കാമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ ഒരു ഓട്ടോയിൽ അങ്ങ് പോയി. അവിടെ ചെന്നിട്ട് നമ്മൾ ലാഡ് ബസാറിൽ ഇറങ്ങിയിട്ട് ഒരു സാരി ഷോപ്പിൽ കയറി. നമ്മളെന്തായാലും 2 ദിവസം കഴിയുമ്പോൾ നാട്ടിലോട്ട് പോകാം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ സാരിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചുരിദാർ നോക്കി ഒരു സാരി എടുത്തു. അവിടെ ഒരു ഫേമസ് സാരിയാണ്, സാരിയുടെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ പേൾ ഷോപ്പിൽ കയറി. ഇത് റിയൽ പേളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 എണ്ണം അത് വാങ്ങിയായിരുന്നു. പിന്നെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെന്നു. റൂമിൽ കിടന്ന് അടിപൊളിയായിട്ട് ഉറങ്ങി. പിന്നെ നമ്മൾ പിറ്റേന്ന് പോയതാണ് ഗോൽക്കണ്ട ഫോർട്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ സെക്ഷൻ 3 ആണോന്ന്. ചാർമിനാർ, ഗോൽക്കണ്ട ഫോർട്ട് ആൻഡ് കുത്തബ് ഷാഹി ടോംബ്. നമ്മൾ കുറച്ച് ക്ലിപ്സേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ള് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ലെങ്ത്ത്. എനിക്കറിയാം വീഡിയോയ്ക്ക് എത്ര ക്ലാരിറ്റി ഇല്ല. ഞങ്ങൾ ആക്ച്വലി സെൽഫി സ്റ്റിക്കിലാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ എടുത്തപ്പം എന്തോ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും ശരിയാക്കുന്നതായിരിക്കും. ആ ഒരു എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളിത് കണ്ടത്. പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായിപ്പോയി. അതാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ നെക്സ്റ്റ് ടൈം എന്തായാലും നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. ചാർമിനാർ ഹൈദരാബാദിൻ്റെ സോളാണെങ്കിൽ നമ്മുടെ ഈ ഗോൽക്കണ്ട ഫോർട്ട് ഹൈദരാബാദിൻ്റെ ഹാർട്ടാണ് കേട്ടോ. കാരണം അത്രയും കണക്ഷനുണ്ട് ഈ ഗോൽക്കണ്ട ഫോർട്ടും ഈ ചാർമിനാറും തമ്മിൽ. എന്താണ് ഈ ഗോൽക്കണ്ട ഫോർട്ട് ഇത്ര ഫേമസ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ AD 1591 ആ ഒരു കാലഘട്ടത്തിൽ ഡയമണ്ട് ട്രേഡിങ് ഏറ്റവും കൂടുതൽ നടന്നൊരു സ്ഥലമാണ് ഈ ഗോൽക്കണ്ട ഫോർട്ട് എന്ന് പറയപ്പെടുന്നത്. ഇതാ ഞങ്ങൾ ഗോവയ്ക്കകത്ത് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. നവീൻ മച്ചാനാണ് ഫ്രണ്ടിൽ പോകുന്നത്. അമ്മുവിനൊട്ടും വയ്യ. അമ്മു ഒള്ളി എഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഓടോട് ഇവിടെ ഫോട്ടോ എടുത്താൽ പൊളിക്കും കേട്ടോ.
ഇതാണെങ്കിൽ ഇൻഡോ ഇസ്ലാമിക് മിലിറ്ററി ആർക്കിടെക്ചർ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്, ഇത് പണിഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് ഫുള്ള് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വാതിലിനും ഓരോ കഥ പറയാനുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ അക്യൂസ്റ്റിക് രീതിയിലാണ് ഇവർ വിസ്പറിങ് വോൾസൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് നമ്മൾ പെതുക്കെ പറഞ്ഞാൽ മതി കേട്ടോ, ഓപ്പോസിറ്റ് ഭിത്തിയിലുള്ള അല്ലെങ്കിൽ ആ വോളിലുള്ള സംഭവമുള്ള സ്ഥലത്ത് കേൾക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി നന്നായിട്ട് വണ്ടടിച്ച് പോയൊരു സംഭവമായിരുന്നു. അവിടെ നിന്ന് ക്ലാപ്പ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോകും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് അവർ എന്തെങ്കിലും ഡേഞ്ചറായിട്ടുള്ള സിഗ്നൽസ് വരുവാണെങ്കിൽ ഇവരിങ്ങനെയായിരുന്നു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും അറ്റാക്കിങ് സംഭവങ്ങൾ വരുവാണെങ്കിൽ ഇവരവിടെ നിന്ന് ക്ലാപ്പ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു പണ്ട് അവർ മെസ്സേജൊക്കെ പാസ് ചെയ്തിരുന്നത്. പണ്ട് മൈക്രോഫോൺസോ സ്പീക്കേഴ്സോ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇവർ പെർഫെക്റ്റ് ജിയോമെട്രി മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീഡിയോ വരുന്നുണ്ട്. ഞാൻ പറയാം നീ കാണൂ ഞാൻ പറയാം. അല്ലേ നവീനെ കേൾക്കണുണ്ടോ? കേൾക്കണുണ്ടോടാ? കേൾക്കണുണ്ടോ? പോളി പോളി പോളി. കേക്കാം കേക്കാം. അപ്പോൾ നമ്മൾ ഗോവൻ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ വന്നിട്ടുണ്ട്. ഹൈദരാബാദ് അതിനൊപ്പം എനിക്ക് പനി പിടിച്ചു കേട്ടോ. നിങ്ങളൊന്നും ചെയ്യണ്ട. അപ്പൊ ഹൈദരാബാദിനെ കുറിച്ചാണ് നമുക്ക് പറയണ്ടേ. ഹൈദരാബാദ് എന്ന് പറയുമ്പോ ചേട്ടൻ എന്താണ് തോന്നുന്നത് അത് പറയണം. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ വീട് വിട്ട് ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ എന്താ പറയാ ലോങ് ദിവസങ്ങൾ ഇങ്ങനെ താമസിക്കുക, ജോലി ചെയ്യുക, അതൊക്കെ ഹൈദരാബാദിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ഒരു 25 years ഹോം സിക്ക് ആയിരുന്നു. ട്രിവാൻഡ്രം വിട്ട് അങ്ങനെ പുറത്തൊക്കെ പോകാറുണ്ടെങ്കിലും ഒരു 10 days 12 days കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ നമ്മളൊരു ജോലിക്ക് വേണ്ടിയോ അങ്ങനെ ഒരു വേറെ സ്ഥലത്ത് നമ്മൾ അങ്ങനെ താമസിച്ചിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഹൈദരാബാദ്. ഇപ്പൊ വന്നിട്ട് 1.5 year ആയി അല്ലെ നവീൻ? നമ്മൾ ഒരുമിച്ചാ ജോയിൻ ചെയ്തത്. ഓക്കെ, നവംബറിലാണ്. നിനക്ക് തോന്നുന്നുണ്ട്? അങ്ങനെ നോക്കണേ ഇവിടെ നമ്മളെക്കാൾ സീനിയർ. ഞാൻ ഇവര് വരുന്നതിന് മുമ്പ് ഞാൻ വന്നതാണ്. പക്ഷെ എനിക്ക് നാട്ടിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹൈദരാബാദിൽ എത്തിയപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ബോൾഡ് ആയത്. എന്നെ കുറെ പേര് വഴക്കൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ കരയുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ലേ, ഭയങ്കര ബോൾഡ് ആയത്. ഒറ്റയ്ക്കൊക്കെ നടക്കാൻ എനിക്ക് പേടിയായിരുന്നു. അല്ല, ഒറ്റയ്ക്ക് എനിക്ക് നടക്കാനൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ ഈ കവറൊക്കെ കൊണ്ട് തൂക്കിക്കൊണ്ട് നടക്കാനൊക്കെ കുറച്ച് നാണം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഈ കവറിൽ നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ടും ആൾക്കാർ എന്നെ കവർ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കൊക്കെ പോകും. ഒറ്റയ്ക്ക് ഊബർ വിളിച്ച് നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ പോകത്തില്ലേ, വാങ്ങിക്കൊണ്ടൊക്കെ പോകത്തില്ലേ, അപ്പൊ നാട്ടിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് ഭയങ്കര നാണമായിരുന്നു. തങ്കപ്പനാചാരി ജൗളി വ്യാപാരം കൊല്ലം മുട്ടട. അടുക്കല് നമ്മൾ അനാഥരാണ്, ഗുണ്ടകള്. അടിക്കല് സ്റ്റാർട്ടിങ്. അല്ല, ഞാൻ പറഞ്ഞ ബാക്കി പറഞ്ഞു വെച്ച കഴിഞ്ഞില്ല. അങ്ങോട്ട് വരാം. ഇനി ജുവലിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ബാംഗ്ലൂരിന് സ്ട്രേറ്റ് പിന്നെ വരുന്നതായതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഹോം സിക്കോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നേരത്തെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ചുറ്റും. ഇവിടെ വന്നപ്പോ ഒരു ചെറിയൊരു എന്താ സർക്കിള് കുറഞ്ഞു. ചിഞ്ചു അല്ല, സർക്കിള് കുറഞ്ഞു. പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ബിസി ആയിട്ട് അങ്ങനെ പോകുന്നു. ബാംഗ്ലൂർ പഠിക്കുമായിരുന്നു. അപ്പൊ അതൊരു ചിൽ ലൈഫ് ആയിരുന്നു. ജുവലിനെ കുറിച്ച് ചേട്ടൻ എന്താ തോന്നുന്നത്? ചേട്ടൻ എന്താ ജുവലിനെ ഓർക്കുമ്പോ എന്താണ് മറക്കാൻ പറ്റാത്ത സംഭവം? ജുവലിനെ ഓർക്കുമ്പോ മറക്കാൻ പറ്റാത്ത സാധനം എന്ന് വെച്ചാൽ നമ്മള് ഒരു റൂമിലായിരുന്നു താമസിച്ചത്, ബൃന്ദാവൻ PG, ഒരു 6 മാസം മുമ്പേ. അപ്പൊ എനിക്ക് ഒരിക്കലും മറക്കാൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇവനും നവീനും ഞങ്ങൾ ഒരുമിച്ച് 3 പേര് ഒരു റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നവീന് കുറച്ചാള് വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്ത് കുറച്ചാള് വീട്ടിൽ പോയപ്പോഴേക്കും വേറൊരു തെലുങ്കൻ വന്നു. അപ്പൊ തെലുങ്കനാണെങ്കിൽ ഒരു കണ്ണാടി വാങ്ങിക്കാൻ പോണം, ഒപ്റ്റിക്കൽ ഷോപ്പിൽ പോണം. ഒപ്റ്റിക്കൽ ഷോപ്പിൽ പോയി അവിടെ ഏതൊരു മലയാളി പെൺകുച്ചിനെ പരിചയപ്പെട്ട് ഈ 2 പേരും കൂടെ ചേർന്ന് ഇവിടെ ഇവര് 2 റോമിങ് അറൗണ്ട്. നമ്മൾ നോക്കുമ്പോ നമുക്കാരും ഇല്ല, ഇവ 2 പേരെയും കൊണ്ട് റോം അറൗണ്ട് അസൂയായിരുന്നു. വേറെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല, യൂട്യൂബ് ചാനലായി പോയി.
ഇപ്പൊ ജുവലിനൊരു പ്രേമം ഉള്ളതുകൊണ്ടും ആ പ്രേമം തകർക്കാൻ സീരിയസ് ആയിട്ട് പോകുന്നതുകൊണ്ട് സീരിയസ് ആയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ അതൊന്നും ആ വെളിപ്പെടുത്തുന്നില്ല. വെളിപ്പെടുത്താണ്ടിരിക്കുന്നതാണ് നിനക്കും നല്ലത്, എനിക്കും നല്ലത്. ഫസ്റ്റ് ടൈം ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് രണ്ടാമത്തെ കമ്പനിയാണല്ലോ. എന്റെ പറയാം, ഞാൻ ഹോസ്റ്റ് ആണല്ലോ. ഞങ്ങള് ഹോസ്റ്റ് അല്ല, ഹോസ്റ്റിന് സംസാരിക്കാം. എന്താണ് ഹൈദരാബാദിനെ കുറിച്ച്? എനിക്ക് ഹൈദരാബാദ് പറഞ്ഞ പോലെ അല്ല, ഹോസ്റ്റിന് ഇനിയിപ്പോ മറ്റേ ഫ്രൂട്ട്സ് വല്ലതും വാങ്ങിച്ചോണ്ട് പോകുമ്പോ പിന്നെ അങ്ങനെ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? കുഴപ്പമില്ല, ഞാൻ ആൾക്കാരെ നോക്കാറില്ല. എന്തിന്റെ കാണിച്ചപ്പോ നമ്മുടെ ആൾക്കാരെ ഒരാള് ഹൈദരാബാദിൽ വന്നിട്ട് എന്താണ് അവരുടെ ഗുണം ചോദിക്കുമ്പോ, പണ്ട് ഞാൻ നാട്ടിലായിരുന്നപ്പോ തങ്കപ്പൻ ആചാര്യയുടെ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ എനിക്ക് ചമ്മലായിരുന്നു. പക്ഷെ ഹൈദരാബാദിൽ വന്നിട്ട് ഞാൻ ഈ കവർ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ചമ്മലില്ല. അതാണ് മാറ്റം. അങ്ങനെ ബോൾഡായി. അങ്ങനെയല്ല, ഞാൻ കുറച്ച് ബോൾഡായി. പിന്നെ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. എനിക്ക് നേരത്തെ കൂട്ടിന് രണ്ടുപേര് വേണമെന്ന്, എന്നാലും ഞാൻ റോഡിലോട്ട് ഇറങ്ങാൻ തുടങ്ങി. കൂട്ടിന് രണ്ടുപേരും നീ ബോഡി ഗാർഡ്. അങ്ങനെയല്ല, ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാനായിരുന്നു എനിക്ക് നേരത്തെ ഇഷ്ടം. പക്ഷെ എനിക്ക് ഹൈദരാബാദ് എന്നിട്ട് ഒറ്റയ്ക്ക് പോകാനായിരുന്നു ഇഷ്ടം. ഓ, ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു, വല്ലാത്ത ജീവിതമായിരുന്നു. അങ്ങനെ ഓ, അതുകൊണ്ടായിരിക്കും നീ നവീനെ പരിചയപ്പെട്ടെ. അതൊക്കെ കട്ടില് പോകും. പറ. ആ, ഹൈദരാബാദ് എനിക്ക് നവീൻ പറ. സിറ്റി നല്ല ഇതാണ്, കണക്ടിവിറ്റിയും അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതാണ്. ഞാൻ ഇതിനു മുന്നേ കോയമ്പത്തൂരായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ കുറച്ചുകൂടി ബിഗ്ഗർ സിറ്റിയാണ്. അങ്ങനത്തെ ഇതില് ഹൈദരാബാദ് അങ്ങനെയാണ് എന്നെ എന്താണ് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. ബിഗ് സിറ്റിയാണ്, കുറെ പബ്ബുകളൊക്കെ ഉണ്ട്. നമ്മൾ പബ്ബൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ നിന്നിട്ടാണ് കൂടുതലും. അങ്ങനത്തെ ഇതൊക്കെ നോക്കുമ്പോ ഹൈദരാബാദ് ആണ്. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ഫസ്റ്റ് അരുണാണ് പരിചയപ്പെട്ടത്. നമ്മള് കമ്പനി അക്കോമഡേഷൻ ഞങ്ങള് ഹൈദരാബാദിലോട്ട് വരുന്നു. അപ്പൊ വരുന്നത് ഞങ്ങൾ കമ്പനി അക്കോമഡേഷൻ ആണ്, ബോസ്റ്റൺ ലിവിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓർമ്മ. അപ്പൊ ഞാൻ ശനിയാഴ്ച എനിക്ക് തോന്നുന്നു ഈവനിങ് എത്തി. 20th. സൺഡേ നവീൻ വരെയാണ്. നവീൻ വരുന്നത് അപ്പൊ എനിക്കറിഞ്ഞൂടാ, എന്റെ അപ്പുറത്തെ ഇതിലാണ് നവീൻ അക്കോമഡേഷൻ കൊടുത്തിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ അറിയാം? എനിക്കറിഞ്ഞൂടാ, ഞാൻ നോക്കുമ്പോ ഒരു മലയാളി. അപ്പൊ വന്നിട്ട് മലയാളി അല്ലേ? അതെ. അതുകൊണ്ട് നവീൻ ഈ സാധനങ്ങളൊക്കെ ലഗേജ്. അപ്പൊ തന്നെ നവീനെ പിക്ക് ചെയ്യാൻ വേണ്ടി 2 ആൾക്കാർ വരുന്നു. അവരുടെ പേരാര്? വിഷ്ണുപ്രിയ ശ്യാമുമാണ്. എന്റെ അടുത്ത് പറയുന്നു, മലയാളി ജസ്റ്റ് ചെയ്ത് ബാഗേജ് ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഒന്ന് പുറത്തു വിട്ട് വരാം. പിന്നെ നവീന് വന്നത് പിറ്റേ ദിവസം രാത്രി. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അല്ലേ? പിന്നെ ഞാൻ നോക്കുമ്പോ ചായ കുടിക്കാനൊക്കെ പോകാൻ നേരത്ത് അരുൺ ഇങ്ങനെ എന്തോ ആലോചിച്ചിങ്ങനെ ഇരിക്കായിരിക്കും. ശൂന്യതയിലേക്ക് നോക്കി കണ്ണൊക്കെ ഇങ്ങനെ വെളിച്ചെറിയിരിക്കും. അല്ല, ആ ടൈമില് ഞാൻ ഭയങ്കര പ്രശ്നമായിരുന്നല്ലേ. ഞാൻ ഇപ്പൊ ഇങ്ങനെയൊന്നും അല്ല. ഹോം സിക്നസ് ഹോംസിക്കിന്റെ ഒരു വളരെ ഒരു ഭയാനകമായ ഒരു വേഷത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ അന്ന് നവീനില്ലായിരുന്നെങ്കിൽ ഞാൻ എസ്കേപ്പ് ആയിരുന്നെ. എനിക്ക് കുറച്ചുകൂടി കംഫോർട്ടായിരുന്നു. ബിക്കോസ് ഒബ്വിയസ്ലി ശ്യാമും വിഷ്ണു ഉള്ളതുകൊണ്ടും കുറച്ചുകൂടി കംഫോർട്ടായിരുന്നു. അപ്പോഴാണ് നിന്നെ കണ്ടേ. നീ ഇങ്ങനെ സെന്റി വക്കത്ത് ഒരു ഓൺ ദ വെർജ് ഓഫ് ഇങ്ങനൊക്കെ പറഞ്ഞു, അതിന്റെ ഡിപ്രഷന്റെ ഒക്കെ ഒരു വക്കത്തിലൊക്കെ എടുക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ചോദിക്കുകയാണ്, ഞാൻ പോയാലോ, പഴയ കമ്പനിയിലേക്ക് പോയാലോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചോളി. കമ്പനിയുടെ പേരൊന്നും പറയണ്ട, പക്ഷെ അങ്ങനെ ഇതുണ്ടായിരുന്നു. എന്റെ ജോലിയെ കുറിച്ച് പറയാണ്ടിരിക്കുന്നത് അത് ഞാൻ ജോയിൻ ചെയ്തൊരു 2 മാസത്തിനുള്ളിൽ തൊട്ട് നൈറ്റ് ഷിഫ്റ്റ് ആയി. ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ഷിഫ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ഒരു വർഷം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മരിക്കാം. പോലെ. അതെ. അപ്പൊ പിന്നെ ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറഞ്ഞു ഇപ്പൊ അത്യാവശ്യം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലോട്ട് വന്നോണ്ടിരിക്കുന്നു. പക്ഷെ ചില ദിവസങ്ങള് നമുക്ക് ബാഡ് അടിക്കും. അതൊക്കെ എല്ലാ ജോലിക്കും ഉള്ളതായതുകൊണ്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോഴേ എനിക്കൊരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കണ്ണൊക്കെ ഇങ്ങനെ കുരുങ്ങിയിട്ട് ഉറങ്ങും. പക്ഷെ ഇവനെ സംബന്ധിച്ചോളം ഇവന്റെ ഒരു കോമഡി എന്തറിയോ, ഹൈദരാബാദി അല്ല എവിടെയാണ് ഇവന്റെ വീട്? എറണാകുളത്ത് നിന്ന് തിരിച്ച് കോട്ടയത്ത് നിന്ന് ഇവിടെ വന്ന് ഹൈദരാബാദിൽ നിന്ന് ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരാളാണ് ജുവൽ. ഓഫീസിൽ പോകാൻ മടിയായതുകൊണ്ട് മാത്രം. എന്നാ പിന്നെ നാട്ടിൽ നിൽക്കുന്നില്ലേ കുറച്ചും കൂടെ? പക്ഷെ നാട്ടിൽ നിൽക്കുമ്പോഴേക്കും പിടിക്കും. അല്ല അന്ന് ഇതിപ്പോ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയിട്ട് തല കാണിച്ചു. മറ്റേതാണെങ്കിൽ വരാൻ പറ്റില്ല. അത് അന്നേരം പിന്നെ കള്ളം പറഞ്ഞ എക്സ്ക്യൂസ് അടിച്ച് നിൽക്കേണ്ടി വരും. വേറെ കാര്യം, നാട്ടിൽ ചിഞ്ചു മഞ്ജു ഒന്നും ഇല്ല. ഇവിടെ ആണെങ്കിൽ ചിഞ്ചു മഞ്ജു മാത്രമല്ല, നാട്ടിൽ പടക്ക് വേറെ ഇവിടെ കണക്ഷൻസ് കുറവ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ച ജോലികളായിരിക്കും സംസാരിച്ചത്. അപ്പം നിങ്ങളുടെയൊക്കെ ജോബിന്റെ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ജോബിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫസ്റ്റ് ജോബിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ
അല്ല ഇത്ര നാള് പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് പിന്നെ നീ അങ്ങനെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പഠിത്തം പറഞ്ഞു എവിടെയാണ് പഠിച്ചോ? ഞാൻ MBA അപ്പൊ ക്ലാസ്സിൽ പോകാറില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഫുൾ ടൈം ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരുന്നോണ്ടിരുന്ന ആള് പെട്ടെന്ന് ഈ വർക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ഉള്ളൊരു അപ്പൊ ഈ ഫോക്കസ് ഒക്കെ കിട്ടാൻ എനിക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ. പിന്നെ ഇതെന്താ ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലോട്ടൊക്കെ മാറുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഉള്ള ഒരു ചേഞ്ച്, അതാണ് മെയിനായിട്ട് എനിക്ക് വർക്കിലോട്ട് മാറിയപ്പോ ഉണ്ടായ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോ ഉണ്ടായ ഒരു ഇത്. വേറെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. നവീനതാണോ? എന്റേന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോയമ്പത്തൂരാണ് പോണേ. ആദ്യം നീ പറഞ്ഞ നീ മാറിയിരിക്കണ പോലെ ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറിയിരിക്കണം, അങ്ങനെ ജോലി കിട്ടിയിട്ടാണ്. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് സ്റ്റുഡിയസാ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രെയിനിങ് ഒക്കെ ഫുൾ എഴുതി പഠിക്കണം, അങ്ങനത്തെ കുറച്ച് ഹാർഡായിട്ട് പഠിക്കണം എന്നുള്ള പരിപാടി. അപ്പൊ ഫുൾ നോട്ടൊക്കെ എഴുതി പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്മാർട്ട് വർക്ക് ചെയ്യും, പക്ഷെ പഠിക്കുന്ന സമയത്ത് ഫുൾ ഫോക്കസ് ചെയ്യുക, നോട്ട്സ് ഒക്കെ എഴുതിയിട്ട് പഠിക്കുക. അപ്പൊ ട്രെയിനിങ്ങും ഓൺ ദി ജോബ് ട്രെയിനിങ് ആണല്ലോ ബേസിക്കലി. നമ്മൾ പുതുതായിട്ട് വന്നു, അപ്പോൾ ഒരു ട്രെയിനർ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ആള് പറയും പോലെ കേൾക്കുക, ആളുടെ എങ്ങനെ വർക്ക് ചെയ്യുക. നമുക്ക് കോർപ്പറേറ്റ് ഒന്നും അറിയില്ലല്ലോ, സ്ട്രേറ്റ് ഫ്രം കോളേജിൽ നിന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി വന്നതാണ്. ഈ പറഞ്ഞ പോലെ വന്ന പ്രൊഫൈൽ കുറച്ച് ടഫായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്താ പറയാ, CT ടൈമിംഗ് ആയിരുന്നു, യൂറോപ്പ് ടൈം ആയിരുന്നു ഫസ്റ്റ് വല്ല ഫോളോ ചെയ്യണത്. ഇപ്പോഴും CT ടൈമാണ്. അപ്പൊ നമുക്കത് ഓക്കെയാണ്. നമ്മൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുക, ലേറ്റ് നൈറ്റ് നമുക്ക് എത്രയായാലും കുഴപ്പമില്ല. അപ്പൊ 12 to 9 അങ്ങനത്തെ ഷിഫ്റ്റ് ആയിരുന്നു, അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ പ്രോസസ്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ലോഗിൻ ചെയ്യുന്നുണ്ട്, ലോഗൗട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ല, നമുക്ക് ട്രെയിൻ ചെയ്യണം. നമുക്കപ്പോ നൈറ്റ് ഷിഫ്റ്റ് അലവൻസും ഇല്ല, 6 മാസം ഇല്ലല്ലോ, പ്രൊബേഷൻ പീരീഡ് എന്തല്ലേ. പക്ഷെ നമ്മൾ കൂടെ ഇരുന്ന് ട്രെയിനറിന്റെ കൂടെ ഇരുന്ന്, ആള് നല്ല മനുഷ്യനായിരുന്നു, പുള്ളിയുടെ കൂടെ ഇരുന്ന് സംഭവങ്ങളൊക്കെ പഠിച്ച്. അപ്പൊ ഒരു കമ്പാരിറ്റീവ്ലി ആ പ്രോസസ്സ് ട്രാൻസിഷൻ വന്നിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല, പുതിയൊരു പ്രോസസ് ആയിരുന്നു. അപ്പൊ അതിന്റെ കുറെ ടഫ് ഒക്കെ ആയിട്ട് നമ്മള് കുറച്ച് ഒരാഴ്ചക്ക് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഹണിമൂൺ പീരീഡ് എന്ന് പറയല്ലോ കോർപ്പറേറ്റിൽ വരുമ്പോ, നമുക്ക് അറിയില്ല എന്താ നടക്കണം. 6 months. പക്ഷെ എനിക്ക് സെക്കൻഡ് വീക്ക് മുതൽ ഇങ്ങനെ ഇതൊക്കെ വന്നു, ടെൻഷനും സ്ട്രെസ്സൊക്കെ വന്നിട്ട് ഞാൻ വീട്ടിൽ അമ്മേനെ കുളിച്ചിട്ട് തിരിച്ചു വന്നാലോ അങ്ങനത്തെ രീതിയിൽ കരഞ്ഞൊന്നുമില്ല. പക്ഷെ പറയുകയാണ് ഇങ്ങനെ വന്നാലോ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് നമ്മൾ. ഒന്നാമത് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, അമ്മേനെ കുളിച്ച് അവിടുന്ന് മോട്ടിവേഷനൊക്കെ തരുവാണ്, നോക്ക് അങ്ങനത്തെ രീതിയിൽ പറയുന്നു. പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ എല്ലാത്തിലും ബാഡ് എന്താ ഗുഡ് അഗ്ലി അങ്ങനെ സംഭവം ഉണ്ടാവുമല്ലോ. കുറെ പേര് സപ്പോർട്ട് ചെയ്യും, ചിലര് ബാക്ക് സ്റ്റാബിങ്ങും കോർപ്പറേറ്റ് പൊളിറ്റിക്സും പരിപാടിയൊക്കെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പൊ ചിലർ നമുക്ക് നമ്മളെ ഹെൽപ്പ് കംഫോർട്ട് ആക്കാൻ നോക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഒബ്വിയസ്ലി ആ എയർലി കരിയറിന്റെ സ്റ്റാർട്ടിങ് തന്നെ കണ്ടുകൊണ്ട് നമ്മൾ കുറച്ച് ബോൾഡ് ആയിട്ടുണ്ട്. എങ്ങനെ ഡിസിഷൻ എടുക്കണം, ലൈക്ക് എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ. പിന്നെ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ഡൈനാമിക്സ്. നമ്മൾ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ആകും പോലെ അല്ല, ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്ലോ അപ്പ് ആവും, ചെറിയ ഇന്റർപേഴ്സണൽ പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോ അപ്പ് ആവും. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോ നല്ല ലേണിംഗ് ആയിരുന്നു ആക്ച്വലി. അപ്പോ ഫസ്റ്റ് അതിൽ വരാൻ തന്നെ കാരണമായത് ഐ തിങ്ക് റിച്ചാർഡ് ടൈമിലുള്ള മീറ്റിംഗ് അല്ല, മതി. സീരിയസ് ആയി പോയി. അമ്മുന്റെ കൂടെ അമ്മുന്റെ കേട്ടാ മതി. എനിക്ക് പണ്ട് ജോലിക്ക് പോകാൻ മടിയായിരുന്നു. ഇപ്പൊ ഞാൻ വാങ്ങിച്ചു, അത് ഞാൻ മറ്റേ കവറിലെ കൊണ്ടുപോകുന്ന ആൾക്കാർ നോക്കും. പണ്ട് ഞാൻ ജോലിക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ജോലി എന്റെ ഫസ്റ്റ് ജോലിയായിരുന്നു ഹൈദരാബാദില് അപ്പോളോയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തേ. ഒരു കാര്യമില്ല, എന്താ അറിഞ്ഞോട്ടെ, ഇങ്ങനെ അപ്പോളോയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തേട്ടോ. നമ്മള് അമ്മൂന്റെ കാര്യത്തില് പറഞ്ഞോണ്ടിരുന്ന ഹൈദരാബാദ് എങ്ങനെയായിരുന്നു അമ്മൂനെ ഫസ്റ്റ് ജോബിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്റെ ഫസ്റ്റ് എനിക്ക് ജോലി കിട്ടിയത് ഇവിടെയായിരുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് ഹൈദരാബാദ് എക്സ്പീരിയൻസ് എനിക്ക് ജോലി കിട്ടിയത് ഇവിടെയായിരുന്നു. എന്റെ അകത്ത് ജോലിയായിരുന്നു ഇവിടെ. ആദ്യമൊക്കെ ഭയങ്കര റാഗിങ് ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. മലയാളീസ് ആയിരുന്നു കൂടുതലും, ഞങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് മലയാളീസ് ആയിരുന്നു. ചേച്ചിമാര് ഭയങ്കര റാഗിങ് എന്ന് വെച്ചാൽ ഭയങ്കര റാഗിങ് ആയിരുന്നു. ഞാൻ കരഞ്ഞ് ഡേറ്റ് യൂട്ടിലിറ്റിലൊക്കെ ഇരുന്ന് പോയെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു അക്ക ഉണ്ടായിരുന്നു, ആ പുള്ളിക്കാരി തെലുങ്കാണ്. അപ്പൊ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് പറയാം, അങ്ങനെ എന്താ ഇവിടെ നിക്കണം, അങ്ങനെയൊക്കെയാണ്, നമ്മള് നിന്നാലേ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ നിന്നു. പിന്നെ ഞാൻ കുറെ നാള് കഴിഞ്ഞിട്ട് ഞാനായി അവിടുത്തെ സീനിയറായി. പിന്നെ സീനിയർ ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതായിരുന്നു, കാരണം സ്റ്റാഫ് ഇല്ലാണ്ട്, സ്റ്റാഫിന്റെ ഷോർട്ടേജ് കാരണം ഞങ്ങൾ തന്നെ നൈറ്റ് ഡ്യൂട്ടി, മോർണിംഗ് ഡ്യൂട്ടി, കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ.
അപ്പോഴും എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് ഇവിടുന്ന് നിർത്തി പോണം എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ എന്റെ അധീന കാരണം മാത്രമാണ് ഞാൻ ഹൈദരാബാദിൽ പിന്നെ കുറെ നാള് ജോലി ചെയ്തത്. ഞാൻ 2.5 വർഷം ഹൈദരാബാദിൽ തന്നെ ആയിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഫസ്റ്റ് ആ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോ തൊട്ട് ഇവരെയൊക്കെ പരിചയപ്പെട്ടു അല്ലേ. ഇവര് തന്നെയാണ് എന്റെ ഫ്രണ്ട്. ഉണ്ടായിരുന്നു. വല്ലാതെ ഓർക്കുന്നു. വേണ്ടായിരുന്നു. ഹൈദരാബാദിൽ നിന്നുണ്ടായ ഏറ്റവും വലിയ ടേക്ക് അവയെ കുറിച്ച് പറയാം. ഹൈദരാബാദിൽ നിന്ന് അമ്മൂന് എന്താണ് കിട്ടിയത് അത് പറയും. ഹൈദരാബാദിൽ നിന്ന് എനിക്ക് ആദ്യം കിട്ടിയത് അത് ഹൈദരാബാദിൽ നിന്നല്ല, കോളേജിൽ പാറുവാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പാറു കഴിഞ്ഞിട്ടാണോ അധീനെന്ന് വെച്ചല്ല, പാറു കഴിഞ്ഞിട്ടേ ഉള്ളൂ നവീൻ. ഇല്ല പാറു അധീനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ടാണ് ഇവര്. അത് കഴിഞ്ഞിട്ട് അർജേട്ടൻ എന്റെ ബ്രദർ, ജൂൻ എന്റെ കസിൻ ബ്രദറിനെ പോലാണ്. നവീൻ എന്റെ ഹസ്ബൻഡാണ്. എനിക്ക് ഇവിടുന്നാണ് നവീനെ കിട്ടിയത്. അല്ലല്ല അത് പോട്ടെ, എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അത് പറയൂ. പ്ലാറ്റ്ഫോം പേര് പറയൂ. പ്ലാറ്റ്ഫോമാ അല്ല നിങ്ങൾ പരിചയപ്പെടും, ഏത് പ്ലാറ്റ്ഫോമിനാണ് പരിചയപ്പെടുന്നത്? അത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. എന്താ ഈ വീഡിയോയിൽ അത് വേറെ കണ്ടന്റ്. അത് ഞങ്ങള് വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ലവ് സ്റ്റോറിയും ഞങ്ങളെല്ലാം. ട്രാജിക്, ഐ നോ ദാറ്റ്. ബാക്ക് ടു നമ്മുടെ ജോലിയുടെ ഫസ്റ്റ് ജോലി, ലൈക്ക് എക്സ്പീരിയൻസ്. ഫസ്റ്റ് ജോലി, ഫസ്റ്റ് സാലറി കിട്ടിയ പരിചയം. എന്റെ ഫസ്റ്റ് സാലറിക്ക് ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? എനിക്ക് കിട്ടിയ പൈസക്ക് ഞാൻ ഫുള്ള് ഒരു 5000 രൂപ മാറ്റി വെച്ചിട്ട് ബാക്കി ഇത്രയും ഞാൻ സ്റ്റുഡിയോയില് മാക്സിലും പോയി ഫുള്ള് ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഡ്രസ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായോണ്ട് ഞാൻ ഡ്രസ്സ് ഫുള്ള് വാങ്ങിച്ചു. 5000 രൂപ മാത്രം മാറ്റി വെച്ചു അതെനിക്ക് ഫുഡ് കഴിക്കാൻ. ഭയങ്കര ഒരു ഇതായിരുന്നു ആദ്യമായിട്ട് ഇത് കിട്ടിയപ്പോ. അതെങ്ങനെയാണ് അത് നിങ്ങൾ എങ്ങനെ കവറിൽ പൊതിഞ്ഞോണ്ട് പോയോ അല്ല ബാഗില്? കവർ ആൾക്കാർ കവർ കൂടുതൽ ഇവിടെ ഗൂഗിൾ പേ ആണല്ലോ. അതല്ല ഡ്രസ് കവറിൽ കൊണ്ടുപോയോ അല്ല ബാഗ് ഇട്ടോണ്ട് പോയോ? കവറിൽ പ്രശ്നം മാറി ഹൈദരാബാദ് വന്നിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം മാറി. എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ എന്തോന്നില്ലേ. കവറൊക്കെ ഇങ്ങനെ പൊടിച്ചോണ്ട് പോകുമ്പോ ആൾക്കാർ നോക്കില്ലേ, അതുകൊണ്ട് ഓൺലൈൻ നാട്ടിൽ പോകുമ്പോ മാർക്കറ്റിൽ പോകുമ്പോ നമ്മള് കവറും ചുമന്നുകൊണ്ട് പോകത്തില്ലേ. നമ്മള് പച്ചക്കറി വാങ്ങിക്കഴിഞ്ഞാൽ അവര് പച്ചക്കറി കവറിലാക്കി തരും. അപ്പൊ എനിക്ക് ഭയങ്കര നാണമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാന്. മനസ്സിലായോ? പിന്നെ ഞാൻ ഹൈദരാബാദിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഒറ്റയ്ക്ക് നിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് തനിയെ പോയി വാങ്ങാനും ആ ഒരു ഇതില്ലായിരുന്നു, ആ ഒരു ചമ്മലില്ലായിരുന്നു. മനസ്സിലായോ? കവറ് നോക്കി നടക്കുന്നത് എനിക്കൊരു ഭയങ്കര ചമ്മലായിരുന്നു. ഭയങ്കരം തന്നെ. എക്സ്പീരിയൻസ് പറ. എന്റെ എക്സ്പീരിയൻസ്, എന്റെ ഫസ്റ്റ് ജോബിന്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോ അത് നമ്മള് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടല്ലേ. അത് ഭയങ്കര ഒരു ട്രാജിക് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ അത്യാവശ്യം മിഡിൽ ബെഞ്ചറാണ്, എപ്പോഴും പഠിക്കും, സ്കൂളിലൊന്നും കട്ട് ചെയ്തൊന്നുമില്ല. എന്റെ വീട്ടിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ ജോലിക്ക് പോകണം. അപ്പം കഴിയുമല്ലോ, ഓഫ്കോഴ്സ് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, നമ്മൾ അടുത്ത ഈ എക്സാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റൂല. അപ്പം അടുത്ത എല്ലാരും ചോദിച്ചു തുടങ്ങും, PSC എഴുതണ്ടോ? PSC ഓഫ്കോഴ്സ് ബാങ്ക് എക്സാംസ് അതൊക്കെ എഴുതുമല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് കിട്ടൂല. അപ്പൊ ആൾക്കാർ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും, സ്വാഭാവികം. അപ്പൊ നമ്മുടെ ആ മൈൻഡ് സെറ്റ് അറിയില്ല, ജോലിക്കൊന്നും ആയില്ലല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും. ഇപ്പൊ കുറച്ചൊക്കെ കുറഞ്ഞു തുടങ്ങി, ഇപ്പൊ ആൾക്കാരൊക്കെ യൂറോപ്പിലൊക്കെ പോയി തുടങ്ങി. പക്ഷെ ഇപ്പം അങ്ങനെയല്ലേ നമ്മുടെ തോന്നി ഇങ്ങനെ ചോദിക്കും. അപ്പൊ അങ്ങനെ ഇരുന്ന് ഞാൻ കുറെ ഇന്റർവ്യൂസിനൊക്കെ ടെക്നോ പാർക്കിലൊക്കെ ഇന്റർവ്യൂസിനൊക്കെ പോകുന്നുണ്ട്, ഒന്നും സെറ്റ് ആവുന്നില്ല. അപ്പൊ അങ്ങനെ എന്റെ ഫസ്റ്റ് ജോബ് എക്സ്പീരിയൻസ് ടെറിബിൾ ആണ്, ടെറിബിൾ. ഞാൻ സ്കൂളിൽ പോലും ഒരു ദിവസം കട്ടടിച്ചിട്ടില്ല, സ്കൂളിലോ കോളേജിലോ ഒന്നും പോലും കട്ടടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ അപ്പം എനിക്ക് അല്ലല്ല ഇപ്പൊ ഒരുപാട് കട്ടടിക്കേണ്ടതായിരുന്നു. കട്ടൊക്കെ അടിച്ച് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഗ്യാദർ ചെയ്യണം, എങ്കിലേ നമുക്ക്, നമ്മളെന്നും സ്കൂളിൽ പോയി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ അല്ലേ. ഇതൊരു നെഗറ്റീവായിട്ടൊന്നും അല്ല, അത് നമുക്കറിയാം, നിന്നെ കണ്ടാലും പറയാം. അങ്ങനല്ല, എനിക്ക് പഠിക്കാൻ ഭയങ്കര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ അതിനു മുമ്പൊക്കെ ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്. +1 +2 എനിക്ക് ഗവൺമെന്റ് സ്കൂളിൽ കിട്ടിയപ്പം ഞാൻ ക്ലാസ് കയറത്തില്ല. ആദ്യമായിട്ട് ഞാൻ ബീച്ചിൽ പോയി, വീട്ടിൽ എന്റെ അമ്മ ബുക്ക് ചെയ്ത് വല്ലാണ്ട് ഓർക്കുന്നു. മണലും എടുത്തോണ്ട്, ഞാൻ ഷൂ ഇട്ടോണ്ടാ പോയത്. അപ്പൊ ഷൂവിൽ മണലായിരുന്നു. നടന്നു പോയപ്പം ആ ടൈലിന്റെ അവിടെയൊക്കെ
ഗ്രാനൈറ്റിന് അവിടെയൊക്കെ മണല് പറ്റിയിട്ട് അമ്മ എന്നെ പൊക്കി. അത് ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു. ആദ്യമായിട്ട് ക്ലാസ് കെട്ടിയിട്ട് ബീച്ചിൽ പോയത്. നീ വല്ലാണ്ട് ഓർക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ പോയി കൊറേ. അപ്പൊ എനിക്ക് ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ടൈം അല്ല ആക്ച്വലി. നമ്മൾ ആ ജോബ് എന്ന് പറയുമ്പോൾ എന്റെ മൈൻഡിലുള്ള എന്റെ വീട്ടുകാരെ ഞാൻ കണ്ട് പരിചയിച്ചിട്ടുള്ള രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു. മനസ്സിലായോ? നമുക്ക് ആ ഒരു വർക്ക് ഫ്രം ഹോമിനെ കുറിച്ചുള്ള എന്താ രാവിലെ പോകും. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ള ആൾക്കാരെ, എന്റെ ഒരു ചുറ്റുപാടിലുള്ള ആൾക്കാർ. അല്ലാതെ എനിക്ക് പലതരത്തിലുള്ള ജോലി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും 5 മണിക്ക് വീട്ടിൽ കയറുന്ന ഗവൺമെന്റ് ജോലിയോ? അതാണ് മേ ബി അല്ല. ഞാൻ വളർന്നു വന്ന ചുറ്റുപാടിൽ അങ്ങനെ കണ്ടിട്ടുള്ള. അപ്പൊ എനിക്ക് അങ്ങനെ നമ്മൾ സ്കൂളിൽ പോകും, പഠിക്കും, സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കും. അതിനല്ലാതെ നമുക്ക് ഒരു എക്സ്പോഷർ ഇല്ല. ഒരു എക്സ്പോഷർ ഇല്ല ആക്ച്വലി. നമ്മൾ എക്സാംസ് ഒക്കെ എഴുതി ജോലിക്ക് കയറാം അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡേ ഉള്ളൂ പറഞ്ഞാള്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ കൺസൾട്ടൻസി, ഒരു ദിവസം ഒരു കൺസൾട്ടൻസി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കഴക്കൂട്ടത്ത് ഒരു കൺസൾട്ടൻസി ഏജൻസിയിൽ ഇന്റർവ്യൂവിന് പോയി. അപ്പം എന്താണെന്ന് പറയണ്ട, നമ്മൾ ഈ ഇന്റർവ്യൂ നമ്മളൊരു ക്യാപ്സ്യൂൾ ഫോമിൽ പഠിക്കുമല്ലോ. ഐ എം കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം, സോ എനിക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ കുറെ ഇന്റർവ്യൂസിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതൊരു ക്യാപ്സ്യൂൾ ഫോം ആവും. അപ്പൊ നമ്മൾ അവിടെ പോകുമ്പോൾ അവര് ഫസ്റ്റ് വെക്കണത് ക്യാൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അവരെന്തെങ്കിലും ഒരു അക്കൗണ്ടിങ് പറ്റും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇങ്ങനെ കുറെ ഇന്റർവ്യൂസിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊരു ക്യാപ്സ്യൂൾ ഫോർമാറ്റിലായി ആക്ച്വലി. അപ്പൊ അങ്ങനെ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു കൺസൾട്ടൻസി ഏജൻസിയിൽ. അപ്പൊ എനിക്ക് ആ ടൈമില് അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പോലും അറിഞ്ഞൂടാ എന്താണ് ഒരു കൺസൾട്ടൻസി ഏജൻസി, അല്ലെങ്കിൽ എന്താണ് ഒരു HR കൺസൾട്ടൻസി ഏജൻസി, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്നത്, ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ അറിഞ്ഞൂടാ ഫസ്റ്റ് കാര്യം. കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു 2000 പ്ലസ് ടു കഴിഞ്ഞ സമയത്ത്, ഡിഗ്രി കഴിഞ്ഞ സമയത്ത്, ഡിഗ്രി PG എല്ലാം കഴിഞ്ഞ സമയത്ത്. അപ്പൊ ആ ടൈമിലായിരുന്നു ഈ സംഭവം. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, തൃശ്ശൂർ ബേസ് ആകുമ്പോ പുള്ളിയെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഞാൻ കാണിച്ചിട്ടുള്ളതായിപ്പൊക്കെ കൃത്യമായിട്ട് പുള്ളിക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ പുള്ളി ചൈനയിലാണ്. അപ്പൊ പുള്ളിക്ക് ഓൾറെഡി തൃശ്ശൂരിൽ ഒരു ചെറിയ ഓഫീസ് ഉണ്ട്. ഓക്കെ, ട്രിവാൻഡ്രത്തും പുള്ളിക്ക് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് സംഭവം തുടങ്ങാൻ. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തില്ല ഫസ്റ്റ് കാര്യം. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോയി വലിയ കാര്യങ്ങളൊക്കെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇന്റർവ്യൂവിന് വേണ്ടി മറ്റാണ് മറിച്ചാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമല്ലോ. നമ്മൾ BCom പലതും പഠിക്കും, ഈ ഓൾഡ് പ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് മറ്റത് പറഞ്ഞു. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പൊ നമ്മളിത് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. അപ്പൊ പുള്ളി വിചാരിച്ച് വീക്ക്നെസ് ആണ്. അപ്പൊ പുള്ളി വിചാരിച്ച് ഓക്കെ ഇവരെന്തെങ്കിലും ഒരു സ്റ്റഫ് കാണും എന്ന രീതിയിൽ. എനിക്ക് ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് 15,000 സംതിങ് ആയിരുന്നു സാലറി. അപ്പം അന്തക്കാലം. അപ്പൊ ആ ടൈമില് സ്റ്റാർട്ടിങ് നമ്മൾ ജോലി കയറുന്ന സമയത്ത് പുള്ളി എന്റെ അടുത്ത് ഒരു ദിവസം ഓക്കെ യു ആർ സെലക്ടഡ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്നറിയോ, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു HR കൺസൾട്ടൻസി ഏജൻസിയിലാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് HR കൺസൾട്ടൻസി ഏജൻസിയിലാണ് ജോലി കിട്ടിയത്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒരു ജോലിക്കൊക്കെ പോകുമ്പോ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നു, തൊഴുന്നു, വീട്ടുകാരൊക്കെ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ആയിട്ട് ജോലിക്ക്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല ഫസ്റ്റ് കാര്യം. എനിക്ക് എന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് എവിടെയാണ് പോകേണ്ടതെന്നൊരു ചിന്തയില്ല ഫസ്റ്റ് കാര്യം. അപ്പൊ വീട്ടുകാരും ഇതൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് ഇത് റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്താണ് ഞാൻ ചെയ്തത്. ഇപ്പോഴാണ് റിവീൽ ചെയ്യുന്നത്. അപ്പൊ നവീൻ ഞാൻ ഫ്രണ്ട്സിനൊക്കെ അറിയാം, എന്റെ കുറെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അപ്പൊ ബ്രേക്കിംഗ് ന്യൂസ് ആണ്. വീട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിച്ച് പുറത്താക്കരുത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇങ്ങനെ ജോലി കിട്ടി ആക്ച്വലി. അപ്പൊ ഞാൻ ഒരു ദിവസം അപ്പൊ എന്റെ അടുത്ത് പുള്ളി ഒന്നും പറയുന്നില്ല. ഒരു എന്നെ വിളിച്ചിട്ട് പുള്ളിയുടെ പേരോട് ഞാൻ പറയാം സുഭാഷ്. ഞാൻ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് പുള്ളിക്ക്. പുള്ളിയുടെ അടുത്താണ് ഓക്കെ യു ആർ അപ്പോയിന്റഡ്. വെരി താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാൻ വീട്ടിലൊക്കെ പോയി പറയുന്നു. അപ്പൊ എല്ലാവരും അപ്പൊ എന്താണ് സംഭവം എന്നൊന്നും അറിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് HR കൺസൾട്ടൻസി ഏജൻസി. അപ്പൊ ഞാൻ ഇതായിരുന്നു ഫസ്റ്റ് ദിവസം ക്ഷേത്രത്തിലൊക്കെ പോയി. അപ്പൊ എനിക്ക് ആ സമയത്ത് ഇതുണ്ട് TVSന്റെ ബൈക്ക് ഉണ്ടായിരുന്നു, ഫീനിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ എടുത്ത് ഞാൻ HR കൺസൾട്ടൻസി ഏജൻസിയിലോട്ട് പോവുകയാണ് ജോലിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നോക്കാതെ കിട്ടിയ ജോലി എന്താന്ന് പോലും നോക്കാതെ ആ ടൈമില് നമുക്ക് അറിഞ്ഞൂടാ എന്ന് പറയൂല. അപ്പോൾ താങ്കൾ പൊട്ടനായിരുന്നു. അല്ല, നമുക്ക് ആ ടൈമില് അതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ പൊട്ടനായിരുന്നു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിലും ഓക്കെ. അപ്പം
അങ്ങനെ ഞാൻ പൊക്കോണ്ടിരിക്കണം. അപ്പൊ പുള്ളി എന്നെ ഇടയ്ക്ക് വെച്ച് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളിയെ വിളിച്ചു, ഓക്കെ സാർ ഞാൻ ഓഫീസിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി എന്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, ഏത് ഓഫീസ്? അപ്പൊ ഞാൻ ഒരു മിനിറ്റ് സത്യം പറഞ്ഞു, ഇപ്പൊ നമ്മളത് കോമഡി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഒരു 10 മിനിറ്റ് ഞാൻ കിഴക്കൂട്ടം ഉരുകി ഉരുകി മറ്റേ സിനിമയില് പറയുകയും ചെയ്ത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇൻഷർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഇൻഷർട്ട് ഇട്ടിട്ടുണ്ട്, ഷൂ ഇട്ടിട്ടുണ്ട്, ചോറുണ്ട് കയ്യില്, ലഞ്ച് ബോക്സ്. ഫസ്റ്റ് ഡേ ജീവിതത്തിൽ ആദ്യമായിട്ട് ജോലിക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പകുതി അട്ടക്കുളങ്ങര എല്ലാം കഴിഞ്ഞ് പകുതി എത്തിയപ്പോഴേക്കും അട്ടക്കുളങ്ങര എല്ലാം കഴിഞ്ഞു. ഓക്കെ ബൈപ്പാസിലോട്ട് കയറി. ഓക്കെ ശാഖ ബൈപ്പാസിലോട്ട് കയറി പുള്ളി എന്നെ വിളിക്കുന്നുണ്ട്. ഓക്കെ അരുൺ, അപ്പൊ ഇന്ന് കയറിയല്ലോ. ഞാൻ പറഞ്ഞില്ല സാർ, ഓഫീസോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, 9:30 അല്ലേ പറഞ്ഞ. പുള്ളി എന്റെ അടുത്താണ്, ഏതാ ഓഫീസ്? അപ്പൊ പുള്ളിയിരുന്നാണ് ഫസ്റ്റ് ജോലി ഞാൻ തരുന്നത് ഓഫീസ് കണ്ടുപിടിക്കലായിരുന്നു. വീട്ടിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി പോകുന്ന ഞാൻ പെട്ടെന്ന് ഞാൻ ഒരു 5 മിനിറ്റ് എവിടെ പോണോന്ന് എനിക്ക് അറിഞ്ഞൂടാ ആക്ച്വലി. പുള്ളി അപ്പോയിന്റ്മെന്റ് ഫോണിൽ കൂടെ പറഞ്ഞേ. അപ്പൊ ഞാൻ ഇങ്ങനെ സ്തബ്ധനായിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയാ അപ്പൊ അവര് വിചാരിക്കും ഫസ്റ്റ് ടെർമിനേറ്റ് ഇവനെ കൊണ്ടൊന്നിനും കൊള്ളാത്തവനാണ്. അപ്പൊ ഞാൻ ഒരു സ്കൂൾ കട്ടിയിട്ട് പോലും കോവളത്തോ ശംഖുമുഖത്തോ അറിയാലോ സ്പോട്ടുകളുണ്ട് നമ്മളെ അവിടുത്തെ സ്റ്റാച്യൂന്റെ അടുത്തുള്ള മ്യൂസിയത്തിന്റെ അടുത്തുള്ള പാർക്കിലൊന്നും പോയിരുന്നിട്ടില്ല. ഞാൻ സ്തബ്ധനായിട്ട് കുറച്ചു നേരം ചാക്കയിലങ്ങ് നിന്നു. എന്നിട്ട് ഞാൻ നേരെ ചാക്ക എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തെ ഒരു സ്ഥലമാണ്. ചാക്കിൽ കയറി അപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഞാൻ ഒരു 15 മിനിറ്റ് ഇവിടെ ഇങ്ങനെ നിന്നതാ. എനിക്ക് ഇപ്പോഴും പറഞ്ഞിട്ട് 15 മിനിറ്റ് ഞാൻ ഇങ്ങനെ അവിടെ നിന്ന ശേഷം വണ്ടി എടുത്ത് ഞാൻ നേരെ സ്റ്റാച്ചു പോയി. സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാർക്കുണ്ട്, മൃഗശാലയുടെ അടുത്തായിട്ട് ഒരു പാർക്കുണ്ട്. ഈ പാർക്കിൽ പോയി ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും, എന്ത് പറയും, മനസ്സിലായോ? ഫസ്റ്റ് ജോലി എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഒക്കെ ആ ടൈമിൽ കുറവായിരുന്നു. നമ്മളിപ്പം വളർന്നു വരുന്ന ഒരു ഏജിൽ. അപ്പൊ നമ്മളിപ്പോ ഞാൻ പോയിട്ട് ഒരാളടുത്ത് പറയണം എനിക്കൊരു പർട്ടിക്കുലർ ബിൽഡിംഗ് റെന്റിന് എടുക്കണമെന്ന് പറയണം. ആ പുള്ളി തന്നെ ശരിക്കും മനസ്സിലായോ? എനിക്ക് ആ ടൈമിൽ ഒരു ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു 10 years ബാക്ക്, 8 years 9 years ബാക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കളിയിലായിട്ട് ആൾക്കാർ വിചാരിക്കും. നമുക്കൊരു സപ്പോർട്ടൊന്നും ഇല്ല. പുള്ളി പറയുന്നത് ഫസ്റ്റ് നമ്മളിങ്ങനെ ഇരിക്കാത്തോണ്ടല്ല, എനിക്കിവിടെ ചെറുതായിട്ട് ഞരമ്പിനൊരു വലിച്ചിൽ വന്നോണ്ട് അല്ല കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഞാൻ പാർക്കിൽ പോയിരുന്നു. ഫസ്റ്റ് ഡേ പാർക്കിൽ പോയിരുന്നു. അവിടെ നിന്ന് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു. വൈകുന്നേരം അപ്പൊ അവിടെ നിന്ന് കുറെ ഇങ്ങനെ വായൊക്കെ നോക്കി, മനസ്സിലായ. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് കുത്തബ് ഷാഹി ടോംബിൻ്റെ ഫ്രണ്ട് ഇരുന്നാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം എവിടെയെങ്കിലും കുറച്ച് പ്രൈവസി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പം എല്ലാവരുടെയും മനസ്സിൽ ഓടി വന്നത് കുത്തബ് ഷാഹി ടോംബിൻ്റെ ഫ്രണ്ട് ഇരിക്കാന്നാണ്. അവിടെ ഇരുന്ന് സത്യം പറയാനല്ലോ സമയം പോകുന്നത് അറിയത്തേയില്ല. നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ് ആവും. നമ്മൾ വന്നത് 4 o'clock കേട്ടോ. ഒരു 6 o'clock വരെ നമ്മളവിടെ നിന്ന് എണീച്ചിട്ടേ ഇല്ല. 6 o'clock ആയെന്ന് അറിഞ്ഞത് അവിടെ ഒരാൾ വന്ന് പറഞ്ഞു, എന്താ ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ്, ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഓക്കെ 6 o'clock ആയല്ലോ, പോവാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഈ ടോംബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന ആ ഒരു സമയത്ത് അവരുടെ റോയൽ ഫാമിലിയിലുള്ള ആരെങ്കിലും മരിക്കുവാണെങ്കിൽ അവരുടെ ഡെത്ത് മെമ്മറി എന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഗോൽക്കണ്ട ഫോർട്ടിൽ നിന്ന് ഈ കുത്തബ് ഷാഹി ടോംബ് കാണാമെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 1.5 kilometer ആ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. ഗോൽക്കണ്ട ഫോർട്ടിൽ നിന്ന് നമുക്ക് ഈ കുത്തബ് ഷാഹി ടോംബ് കാണാൻ പറ്റും കേട്ടോ. ഏകദേശം 1.5 kilometer ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമായിരുന്നില്ല കേട്ടോ, ഇവിടെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. ഇതിന് ഉള്ളിലോട്ടും കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ പോയിട്ട് വരുമായിരുന്നു. ഈവനിങ് ടൈമിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുത്തബ് ഷാഹി ടോംബ് കേട്ടോ. ഈ ഒരു ടോംബിന് 400 വർഷത്തെ പഴക്കമുണ്ട്. നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുക? കണ്ടു കഴിഞ്ഞാൽ പറയുമോ? ഇല്ലല്ലേ. 400 വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പോഴും അവർ നന്നായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സ്മാരകങ്ങളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഹൈദരാബാദിലാണെങ്കിൽ നല്ലൊരു ചൂടുകാലം വന്നിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ പ്ലേഗും വന്നു, അതുപോലെ തന്നെ വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു. ആ ഒരു സമയമായപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ രാജാവ് തൻ്റെ രാജ്യം ഉപേക്ഷിച്ച് അവിടുന്ന് പോയെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം ഒരിക്കലും അങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി ടൈം ഓവർ ആക്ച്വലി. അതുകൊണ്ട് നമുക്ക് തോമ്പിനകത്തോട്ട് ഇരുന്ന് സംസാരിച്ച സമയം പോയി അറിഞ്ഞില്ല. നമുക്ക് ഈ തോമ്പിനകത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല ആക്ച്വലി. ബെറ്റർ നെക്സ്റ്റ് ടൈം. കുഴപ്പമില്ല, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എപ്പോഴും വരാമല്ലോ. ഇതാണ് എൻ്റെ അരുൺ ചേട്ടൻ കേട്ടോ. ഈ ഓട്ടോ ഓടിക്കുന്നതല്ല, കുറച്ച് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു അരുൺ ചേട്ടൻ.
അപ്പം ഞങ്ങൾ 3 പേരുമായിട്ടാണ് എല്ലായിടത്തും പോകാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു ബോണ്ടിങ്ങാണ് നമ്മൾ 3 പേരുമായിട്ട്. നമുക്ക് അല്ലാണ്ടേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ നമ്മൾ 3 പേരായിട്ടുള്ള ബോണ്ട് വേറെയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. വീട്ടിൽ പോവല്ലേ, അപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. നവിയുണ്ട്, ബാക്കിൽ അരുൺചേട്ടനുണ്ട്. അരുൺചേട്ടനെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് വരുവാ. ചുമ്മാ കേട്ടോ, ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല. നമ്മള് മാക്സിലും ട്രെൻഡ്സിലും ഒക്കെ പോവാന്ന് വിചാരിച്ചു. അത് പോയി കഴിഞ്ഞിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വീട്ടിൽ പോകും. നമ്മൾ നാളെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഇത് അപർണ നിയോമാളാണ്. ഞങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. പർച്ചേസ് ചെയ്യാനൊന്നും അല്ല, നമ്മൾ ഹൈദരാബാദിൽ വീക്കെൻഡിൽ ഇങ്ങനെ പുറത്തിറങ്ങും. രാവിലെ പോയിട്ട് നൈറ്റൊക്കെ ആയിരിക്കും ചിലപ്പം റൂമിൽ കയറുന്നത്. ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ, നേരെ ഈ അപർണ മോളിലോട്ട് വരും. ഇവിടെ ആകുമ്പോൾ പർച്ചേസ് ചെയ്യാനൊന്നും അല്ല, ജസ്റ്റ് AC കൊള്ളാൻ വേണ്ടി മാത്രം നമ്മളിങ്ങോട്ട് വരും. ഒരു സമയത്ത് ഹൈദരാബാദിൽ നല്ല ചൂടായിരുന്നു. ഇപ്പം നമുക്ക് ഇങ്ങനെ ചൂടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്രിക്ക് നല്ലതായിരിക്കും. കാരണം അതേപോലെ പൊരിഞ്ഞ വെയിലത്ത് നമ്മൾ നടക്കുമ്പം ഒരാശ്വാസത്തിന് ഏതെങ്കിലും മുകളിൽ കയറുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ട്രിക്കിലോട്ടാണ്. ട്രിക്കിൽ കുറേ നേരം അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മൂവി കാണാൻ പോയി. നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ, ഒരു ഹിന്ദി മൂവിയായിരുന്നു. പിന്നെ നമ്മൾ മാക്സിലും കയറി. അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിലും കയറിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ അടുത്ത ദിവസം നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അരുൺചേട്ടൻ പറഞ്ഞ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ നമുക്ക് ഒത്തിരി ലഗേജ് ഉണ്ടായതുകൊണ്ട് എന്തായാലും ഫ്ലൈറ്റിൽ പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ട്രെയിനിൽ പോകാമെന്ന്, ശബരിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മൾ രണ്ടും കുട പിടിച്ചിരിക്കുകയാണ്. അരുൺചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു 9 മണിക്ക് അങ്ങ് ചെല്ല്, നിങ്ങൾക്ക് കുറച്ച് ലഗേജ് ഇല്ലേ, എന്തായാലും ശബരി അവിടെ തന്നെ കിടക്കുകയല്ലേ, ഓപ്പൺ ആക്കി ഇട്ടേക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഒരു 12 o'clock ആവാണ്ട് AC കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കത്തില്ലെന്ന്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നിട്ട് പിന്നെ നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ കയറിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ വന്നു. നമ്മളിത് നക്ഷത്ര തടാകത്തിൽ പോവാണ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് വൈശു. ഇതാണ് വസു. വസുവിനൊരു ചാനലുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇല്ലേ വസു? വസു വീഡിയോ ഇടുന്നുണ്ട്. നവിയുണ്ട്, അമ്മയുണ്ട്, ബാക്കിലുണ്ട്. ചേച്ചി കേറിയപ്പോ ചേച്ചി ബാക്കിലുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമ്മള് ഫാമിലിയോട് കൂടി ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോവാ. എടുക്കോണ്ട് ഒരു ചുണ്ടരി. അപ്പൊ ചാറ്റ അവിടെ ചെന്ന് കാണാം കേട്ടോ. ബൈ. എവിടെ പോവാ? കൊച്ചിന് തരാന്ന് ചോദിച്ചോ? എനിക്ക് തരുമോ കൊച്ചിന്? എന്താടാ കുറുമ്പ? എന്താടി കുഞ്ഞി, നിനക്ക് അമ്പ വേണോ? നമ്മൾ ഫാമിലിയായിട്ട് എല്ലാ വീക്കെൻഡിലും പുറത്ത് പോകാറുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് പിന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, നമ്മൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. ഇതൊരിക്കലും നമ്മുടെ പ്രൊഫഷൻ അല്ല കേട്ടോ, നമ്മുടെ പാഷനാണ്. നമ്മൾ എല്ലാ വീക്കെൻഡിലും ഔട്ടിങ്ങിന് പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നവിക്ക് വീക്ക് ഡേയിൽ നല്ല വർക്കിൻ്റെ പ്രഷർ കാണും കേട്ടോ. കാരണം ഒരു 12 hours ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷർ എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വസുവിനും സ്കൂളിൽ പോയിട്ട് അവനും കുറച്ച് സ്ട്രെസ്സായിരിക്കും. അപ്പോൾ അതൊന്ന് ചില്ല് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എല്ലാ വീക്കെൻഡിലും പുറത്ത് പോകുന്നത്. ഇതൊക്കെ എന്തിനാണ് ഞാനിപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ നക്ഷത്ര തടാകത്തിൽ ഒരു വട്ടം വന്നപ്പോഴാണ് ഓക്കെ എന്നാൽ എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടാന്ന് നമുക്ക് തോന്നിയത്. നമ്മൾ ഇവിടെ നിന്നാണ് ഡിസിഷൻ എടുത്തത്, ഓക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ, നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഓക്കെ, ഇതാണ് നക്ഷത്ര തടാകം. നക്ഷത്ര തടാകം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലയാറ്റൂരാണ് നക്ഷത്ര തടാകം ഉള്ളത്. എന്തുകൊണ്ട് അതിന് അങ്ങനെ ഒരു പേര് വന്നെന്ന് ചോദിച്ചാൽ,
ക്രിസ്മസ് ടൈം ആകുമ്പം ഈ തടാകവും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ളിടത്തെല്ലാം സ്റ്റാർ ആയിരിക്കും കേട്ടോ. ഈ തടാകത്തിന് ചുറ്റും അതുപോലെ തന്നെ മലയാറ്റൂർ മലയിലോട്ട് പോകുന്ന ആ ഒരു സ്ഥലത്തും ഫുള്ള് സ്റ്റാർ ആയിരിക്കും. അങ്ങനെയാണ് ഇതിന് നക്ഷത്ര തടാകം എന്ന് പേര് വന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ.